സംസ്ഥാനത്ത് ശക്തമായ മഴയാണ്. ഇന്ന് 8 ജില്ലകളിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. പലയിടത്തും ഇന്നലെ രാത്രി തുടങ്ങിയ ശക്തമായ മഴയാണ്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നതാണ് സാഹചര്യം. തിരുവനന്തപുരം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. മിഥുൻ, സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്, തിരുവനന്തപുരം ജില്ലയിൽ അവധി. മറ്റ് സാഹചര്യങ്ങളും വിവരങ്ങളും. ആര്യ, നിലവിൽ കനത്ത മഴ തന്നെയാണ് സംസ്ഥാനത്തിന്റെ പല ഇടങ്ങളിലും പെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് തലസ്ഥാന നഗരത്തിൽ, നഗരപ്രദേശങ്ങളിലും ഒപ്പം തന്നെ റൂറൽ ഏരിയയിലും ഒക്കെ തന്നെ സമാനമായ കാഴ്ച കാണാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ആരംഭിച്ചിട്ടുള്ള മഴ ഇപ്പോഴും തോരാതെ പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം. പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുണ്ട്. മലയോര മേഖലകളിലും ഒക്കെ സമാന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ കളക്ടറുമായി സംസാരിച്ചതിന് ശേഷമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകാനുള്ള ഒരു തീരുമാനം എടുത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, സാധാരണഗതിയിൽ ഇങ്ങനെ അവധിയൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ നേരത്തെ തന്നെ അവധി പ്രഖ്യാപിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഇന്ന് രാവിലെയാണ് ഏകദേശം ഒരു 7 മണിയോട് 6:30 ശേഷമാണ് ഇത്തരത്തിലൊരു അവധി പ്രഖ്യാപനം ഉണ്ടായത്. പക്ഷേ അത് ചില ആശങ്കകൾക്ക് ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ആര്യ. അതായത് ഈ പല സ്കൂളുകളും 8 മണിക്കാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ ഫസ്റ്റ് ട്രിപ്പ് വണ്ടികളൊക്കെ പോകും. 6 മണിക്ക് ശേഷമൊക്കെ വിദ്യാർത്ഥികളുമൊക്കെ ആയി ഈ ഫസ്റ്റ് ട്രിപ്പ് വണ്ടികളൊക്കെ പുറപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ പലരും വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റി വിട്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു അവധിയുടെ കാര്യം അറിയുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് ചില ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും കളക്ടറുമായി സംസാരിച്ചതിന് ശേഷമാണ് ഈ ഒരു അവധി നൽകണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് നമുക്കൊരു മന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വിശദീകരണം എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം, കനത്ത മഴ പെയ്യുന്നുണ്ട്, വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നുണ്ട്. ജില്ലയിലെ പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം തന്നെ വെള്ളം കയറിയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവധി നൽകുക എന്നുള്ളത് കളക്ടറെ സംബന്ധിച്ച് അല്ലെങ്കിൽ മന്ത്രിയെ സംബന്ധിച്ചൊക്കെ പ്രധാനപ്പെട്ട ഇടപെടൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം രാത്രിയിലും സമാനമായ രീതിയിൽ ഇതേ രീതിയിൽ മഴ തുടർന്നു പോകുന്ന സാഹചര്യത്തിൽ നേരത്തെ ഒരു പ്രഖ്യാപനം മിഥുൻ, മഴ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് തലസ്ഥാനത്തെ കാര്യം എടുത്താൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം ഇതിനോടകം മുട്ടറ്റം വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യമായിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു പക്ഷേ ഈ വെളുപ്പാങ്കാലത്ത് തന്നെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ കരുതലിരിക്കുന്നു ആര്യ. പക്ഷേ പലരും ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴയാണ്, ഇത്തരത്തിൽ ഇങ്ങനെ നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം. രാത്രിയിൽ തന്നെ വലിയ രീതിയിൽ വെള്ളക്കെട്ടുകൾ രൂക്ഷമാകുന്ന സ്ഥിതിവിശേഷം. അതുകൊണ്ട് തന്നെ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ ഇങ്ങനെ ഒരു അവധി പ്രഖ്യാപിച്ചുകൂടായിരുന്നു എന്നുള്ള ചോദ്യമൊക്കെ സ്വാഭാവികമായും ഉയരുകയും ചെയ്യും. അത് അങ്ങനെ ചോദ്യം ചോദിക്കുന്നവരെ നമുക്ക് ഒരിക്കലും തള്ളിപ്പറയാനോ അല്ലെങ്കിൽ അവരെ വിമർശിക്കാനോ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അവരുടെ ആശങ്ക അവർ പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ രാവിലെയൊക്കെ ഒരുക്കി വിടുന്ന അച്ഛനമ്മമാരും ഒക്കെ, പ്രത്യേകിച്ച് അമ്മമാരെ സംബന്ധിച്ച് അവർ രാവിലെ എഴുന്നേറ്റ് അവർക്ക് ആഹാരമൊക്കെ തയ്യാറാക്കി രാവിലെ ബസ്സുകൾ കയറ്റി വിടുന്നതാണ്. അവർ പിന്നീട് ജോലിക്കൊക്കെ പോകേണ്ടതായിട്ട് ഉള്ളതാണ്. അല്ലെങ്കിൽ ഇവർക്ക് ഇന്ന് അവധിയാണെന്ന് അറിയുമ്പോൾ അവർക്ക് പലരും ജോലിക്ക് പോകുന്ന ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇവരെ സുരക്ഷിതമായി മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്ക് ഏർപ്പാടാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, വീടുകളിലൊക്കെ തന്നെ ചിലപ്പോൾ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കുട്ടി സ്കൂളിൽ പോയതിനു ശേഷം വൈകിട്ട് അവർ ജോലി ചെയ്തിന് മടങ്ങി വന്നതിന് ശേഷം ആയിരിക്കും ഇവരെയൊക്കെ നോക്കുന്നത്. അങ്ങനെയായിരിക്കും പല വീടുകളിലൊക്കെ കണ്ടുവരികയും ചെയ്യുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ന് പെട്ടെന്ന് ഇങ്ങനെ അവധിയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ മറ്റു തയ്യാറെടുപ്പുകളൊന്നും നടത്താൻ പലർക്കും സാധിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതിനാണ് ഇവർ മറ്റൊരു സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി അവരെ സുരക്ഷിത കരങ്ങളിലേക്ക് ഏൽപ്പിച്ചതിന് ശേഷം അവർക്ക് ജോലിക്ക് പോകാനുള്ള ഒരു പ്രയാസമൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഒരു വശത്തുള്ളത്. മറ്റൊന്ന്, പെട്ടെന്ന് ഇങ്ങനെ ബസ്സൊക്കെ വന്ന് ഇവരെ കയറ്റി വിട്ടതിന് ശേഷം ഈ അവധിയാണെന്ന് പറയുമ്പോൾ തിരികെ കൊണ്ടുവിടുന്ന ഒരു സാഹചര്യം, അതൊക്കെ വലിയ പ്രയാസം ഉണ്ടാക്കി എന്നുള്ളതാണ് ഇവരൊക്കെ പറയുകയും ചെയ്യുന്നത്. എന്തായാലും അതൊക്കെ ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അവധിയാണ് എന്നുള്ളതാണ്. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. മറ്റിടങ്ങളിലുമൊക്കെ സമാനമായ രീതിയിൽ മഴ പെയ്യുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരം മുതൽ തൃശൂർ ജില്ല വരെയാണ് ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ വരും മണിക്കൂറുകളിൽ ഫോർകാസ്റ്റിന്റെ IMDയുടെ പുതിയ മുന്നറിയിപ്പുകൾ പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ ഈ യെല്ലോ അലർട്ട് എന്നുള്ളതിൽ ചില മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രത്തോളം തീവ്രമായ മഴയാണ്. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ തിരുവനന്തപുരത്തിന്റെ നഗരപ്രദേശങ്ങളിലും ഒപ്പം തന്നെ റൂറൽ ഏരിയയിലും ഒക്കെ സമാനമായ രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിർത്താതെ പെയ്യുകയാണ് എന്നുള്ളതാണ്. പല റോഡുകളും മുട്ടറ്റം വെള്ളം വരെയായി അത്തരത്തിൽ നിറഞ്ഞു കവിയുന്ന ഒരു സാഹചര്യം, ഓടകളുമൊക്കെ നിറഞ്ഞു കഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം. പലയിടങ്ങളിലും മറ്റ് അനിഷ്ട സംഭവങ്ങളോ
അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ പോലും തന്നെ അതീവ സുരക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോവുകയും ചെയ്തത്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ കനത്ത രീതിയിലുള്ള മുന്നറിയിപ്പ് ഈ ഒരു സാഹചര്യത്തിൽ നൽകും. പ്രത്യേകിച്ച് മരങ്ങളൊക്കെ കടപുഴകി വീഴാനുള്ള സാഹചര്യം അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ സുരക്ഷിതമായി തന്നെ ഒരു യാത്ര ചെയ്യണം എന്നുള്ള അടക്കമുള്ള പല നിർദ്ദേശങ്ങളും ഇത്തരത്തിൽ ജില്ലാ ഭരണകൂടങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും. ഒപ്പം തന്നെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ഉള്ള മുന്നറിയിപ്പുകൾ കൂടി പുറത്തു വരുന്നുണ്ട് എന്നതാണ്. പ്രത്യേകിച്ച് 40 മുതൽ 60 കിലോമീറ്റർ സ്പീഡിൽ കാറ്റ് വീശാനുള്ള സാധ്യതയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രതയോടുകൂടി കടലിൽ പോകണം എന്നുള്ള നിർദ്ദേശമാവും സ്വാഭാവികമായും വരിക. അല്ലെങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ കടലിൽ പോകരുത് എന്നുള്ള നിർദ്ദേശം കൂടി ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ പുറപ്പെടുവിക്കാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാനാകില്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ 8 ജില്ലകളിൽ, അതായത് തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള 8 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളത്തെ ഇതിന്റെ അലർട്ടുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നാളെ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള വടക്കൻ ജില്ലകളാണ് മഴയെങ്കിൽ ഇന്ന് തെക്കൻ ജില്ലകളിലാണ് മഴ പ്രവചനം നടത്തിയിരിക്കുന്നത്. പക്ഷേ അത് കൂടുതൽ ജില്ലകളിലേക്ക് അല്ലെങ്കിൽ അതിതീവ്ര മഴയായി വ്യാപിക്കാനുള്ള സാധ്യത കൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അറിയാം, തീർച്ചയായും ജി മിഥുനാണ് വിശദാംശങ്ങളുമായി ചേർത്തത്. എന്തായാലും മിഥുൻ സൂചിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ അതിരാവിലെ ഇത്തരത്തിൽ ഒരു അവധി പ്രഖ്യാപിച്ചത് കുട്ടികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും ഒക്കെ ഒരുപോലെ വലച്ചിട്ടുണ്ട്. കാരണം പല സ്കൂളുകളിലെയും സ്കൂൾ ബസ്സുകളടക്കം രാവിലെ തന്നെ വരുന്ന ഒരു സാഹചര്യമുണ്ട്, അതിരാവിലെ തന്നെ വരുന്ന ഒരു സാഹചര്യം. പല സ്കൂളുകളും അത്തരത്തിൽ നേരത്തെ തുടങ്ങുന്ന ഒരു സാഹചര്യവുമുണ്ട്. അപ്പോൾ ഈ 6 മണിക്ക് ശേഷം ഇത്തരത്തിലൊരു അവധി പ്രഖ്യാപനം വന്നത് അത് വല്ലാതെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ അവധി പ്രഖ്യാപിക്കാമായിരുന്നില്ലേ എന്നതാണ് ഈ രക്ഷിതാക്കളടക്കം ചോദിക്കുന്ന ഒരു ചോദ്യം. എന്തായാലും തലസ്ഥാനത്ത് തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് പ്രൊഫഷണൽ കോളേജുകൾ അടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8 ജില്ലകളിൽ, തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള 8 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. മത്സ്യബന്ധനത്തിൽ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതീവ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്.